ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് എല്ലാ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളും നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്നല്ല, ലീഡ് വാർത്ത തന്നെ 5 സംസ്ഥാനങ്ങളിലേക്ക് വിജ്ഞാപനം ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ ഫെബ്രുവരിയിലും മാർച്ചിലുമായി തന്നെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതായാലും വിജ്ഞാപനം പുറത്തേക്ക് വന്നു. പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്ന നിലയ്ക്ക് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച വാർത്തകളായിരിക്കും വരും ദിനങ്ങളിൽ, അതായത് മാർച്ച് 11-ാം തീയതി വരെ. മാർച്ച് 11-ാം തീയതിക്ക് ശേഷവും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാർച്ച് 11-നാണ് തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം വരുന്നത്. ആ ദിവസങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വാർത്താവിശേഷങ്ങൾ കൊണ്ട് നമ്മുടെ പത്രങ്ങൾ മുഖരിതമാകുമെന്ന് തീർച്ച. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇത് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള കേവലം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഗതിവിഗതികളെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയ കൂടിയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്കും അവരുടെ ആത്മാഭിമാന സംരക്ഷണത്തിൻ്റെ ഒരു ചിഹ്നമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു. ഭരിക്കുന്നവർക്ക് തുടർന്ന് ഭരിക്കാൻ കഴിയുമോ എന്ന ലിറ്റ്മസ് ടെസ്റ്റ്, പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഭരണത്തിലേക്ക് കയറാൻ കഴിയുമോ എന്ന ലിറ്റ്മസ് ടെസ്റ്റായി മാറിയിരിക്കുന്നു. യു പിയിലടക്കം 5 സംസ്ഥാനങ്ങളിലേക്ക് വിജ്ഞാപനം ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വാർത്ത ഇന്ന് എല്ലാ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളും ലീഡ് വാർത്തയാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. അത്രത്തോളം പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ട്. മാതൃഭൂമി എന്ന ദിനപത്രം ആ വാർത്ത ലീഡാക്കുന്നു. ഇനി പഞ്ചയുദ്ധം എന്ന ശീർഷകത്തിൽ വരുന്ന വാർത്ത ഇങ്ങനെയാണ്: 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതി കുറിച്ചു. വിധിയെഴുത്ത് ഫെബ്രുവരി 4 മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ. നോട്ട് പിൻവലിക്കലിന് ശേഷമുള്ള രാജ്യത്തിൻ്റെ മനസ്സറിയാൻ 5 പരീക്ഷണശാലകൾ ഒരുങ്ങി. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്നതാണ് വോട്ടെടുപ്പ് പ്രക്രിയ. മാർച്ച് 11-നാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശിന് പുറമെ പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലും പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ഉത്തർപ്രദേശ് അടുത്ത മാസം 11 മുതൽ മാർച്ച് 8 വരെ 7 ഘട്ടമായി വിധി എഴുതും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും അധികം ജനപദം അധിവസിക്കുന്ന സംസ്ഥാനം. അതുകൊണ്ട് 7 ഘട്ട തെരഞ്ഞെടുപ്പാണ്. അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി പടർന്നു കിടക്കുന്നു. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളിലേക്കാണ് ആദ്യം വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 3 സംസ്ഥാനത്തും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിലും ഗോവയിലും ഫെബ്രുവരി 4-നും ഉത്തരാഖണ്ഡിൽ 15-നുമാണ് വോട്ടെടുപ്പ്. അതായത് ഫെബ്രുവരി എന്നത്, തണുപ്പ് നിറഞ്ഞ ഫെബ്രുവരി എന്നത് തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഫെബ്രുവരിയായി മാറാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എല്ലാ പത്രങ്ങളും അവർക്കാവും വിധം ഈ വാർത്തയെ പൊലിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും അധികം സീറ്റുള്ള യു പി 403 സീറ്റ്, ഏറ്റവും കുറവ് സീറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവയാണ് 40 സീറ്റ്, യു പിയുടെ 10-ലൊന്ന്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു പി എന്ന ഒരു മഹാ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരിക്കും ആളുകൾ. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭരണം ഇന്ത്യയിൽ തുടർന്ന് നിലനിൽക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച വളരെ പ്രകടമായ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി അത് മാറുകയും ചെയ്യും. മാതൃഭൂമി ശീർഷകം ഇക്കാര്യത്തിൽ പഞ്ചയുദ്ധം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യുദ്ധം. എന്നാൽ ഇന്നലെ ഇത് പ്രഖ്യാപിച്ചത് മുതൽ ഒരു പ്രധാന ചാനൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചഗുസ്തി എന്നാണ്. 2ാം ക്ലാസ്സും ഗുസ്തിയുമാണ് ഒരു പോലീസുകാരൻ്റെ മികവ് അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത എന്ന നിലയ്ക്കൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ഗുസ്തി അത്ര നല്ല ദൈക്ഷണികമായ ഒരു പ്രവൃത്തിയായി ആരും കാണുന്നില്ല.
അഥവാ സാധാരണഗതിയിൽ നിലവാരം താണ ഒരു പ്രവൃത്തിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഐറ്റമായിട്ടാണ് ഗുസ്തിയെ നമ്മൾ കാണുന്നത്. അതിൻ്റെ സംസ്കൃതത്വം അത്രയേയുള്ളൂ. അതിനാൽ തെരഞ്ഞെടുപ്പിനെ ഗുസ്തിയുമായി സമീകരിക്കുന്നത് എത്രത്തോളം ശരിയാണ്? തെരഞ്ഞെടുപ്പ് യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പഞ്ചയുദ്ധം എന്ന് മാതൃഭൂമി പറയുമ്പോൾ ഒരു ചാനൽ അതിനെ പഞ്ചഗുസ്തി എന്നാണ് വിളിച്ചത്. ഏതായാലും ആ ചാനൽ വിഷമിക്കേണ്ട. മംഗളം എന്ന പത്രവും ഇന്ന് അതിന് ശീർഷകം നൽകിയിരിക്കുന്നത്, ലീഡ് വാർത്ത ശീർഷകം നൽകിയിരിക്കുന്നത് അവരിൽ നിന്ന് ഇവർ പഠിച്ചോ ഇവരിൽ നിന്ന് അവർ പഠിച്ചോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം പഞ്ചഗുസ്തി എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ പഞ്ചഗുസ്തിയായാലും പഞ്ചയുദ്ധമായാലും അതേ സംബന്ധിച്ചുള്ള സന്നാഹങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് ബജറ്റ് അവതരണത്തെ സംബന്ധിച്ച വാർത്തയായിരുന്നു എന്ന് നമുക്കറിയാം. ബജറ്റ് സാധാരണഗതിയിൽ ഫെബ്രുവരി അവസാനത്തോടെയാണ് അവതരിപ്പിക്കാറ്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്ന ഗൗരവതരമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 1 തന്നെ ബജറ്റ് അവതരിപ്പിക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു. ബജറ്റ് സമ്മേളനം അതുകൊണ്ട് ജനുവരി 31 ആരംഭിച്ച് ഫെബ്രുവരി 11 അവസാനിക്കുന്ന തരത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ജാനുവരി 31 മുതൽ ഫെബ്രുവരി 11 വരെയുള്ള ആ സമ്മേളനം നടക്കുമോ? ഈ ബജറ്റിനെ സംബന്ധിച്ച നിലപാടും ഇപ്പോഴെത്തിയിട്ടുള്ള നിലപാടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും തമ്മിൽ ഏതെങ്കിലും നിലവാരത്തിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ടോ? കാരണം ബജറ്റ് എന്ന് പറയുന്നത് നോട്ട് നിരോധനത്തിന് ശേഷം വന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാരിക്കോരി ജനഹിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രേഖയായിരിക്കും എന്നെ സംബന്ധിച്ച വാർത്തകൾ വന്നിട്ടുണ്ട്. എന്തിന് ധനമന്ത്രി തന്നെ നൽകിയിരിക്കുന്ന സ്പഷ്ടമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നികുതി ലെവലേശമുണ്ടാകാൻ ഇടയില്ലാത്ത ഒരു പോപ്പുലർ ജനഹിത ബജറ്റായിരിക്കും ഇത്തവണ ജെയ്റ്റ്ലി അവതരിപ്പിക്കുക എന്ന ധാരണയും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ബജറ്റ് അവതരിപ്പിക്കുന്നത് വഴി തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി ലാഭമുണ്ടാക്കാൻ ഇടയുണ്ടോ എന്ന സംശയം ജനിക്കും. തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയായിരിക്കുമോ ബജറ്റ് വരുന്നത് എന്ന നിലയ്ക്കുള്ള സന്ദേഹമുണ്ടാവുകയും അതേ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികം. അതിവിടെയും സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇനി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പോലെ നടന്നേ പറ്റൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിജ്ഞാപനം ചെയ്തത്, അതുകൊണ്ട് അത് മാറ്റാനാവില്ല. എന്നാൽ ബജറ്റ് മാറ്റാൻ കഴിയുമോ? അത് വലിയൊരു ഇഷ്യൂവായി, വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വന്നിരിക്കുന്നു. മലയാള മനോരമ 1-ാം പേജ് വാർത്തയിൽ, ലീഡ് വാർത്തയിൽ ഒരു ഇൻസെറ്റ് വാർത്തയായി ആ സന്ദേഹത്തിൻ്റെ വാർത്തയും നാമുമായി പങ്കുവയ്ക്കുന്നു. കാണുക. കേന്ദ്ര ബജറ്റ് മാറ്റൽ പരിശോധനയിലാണ്, മാറിക്കൂടായികയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 1 നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്ര ബജറ്റ് മാറ്റിവെക്കണമെന്ന ചില രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം പരിശോധിച്ചു വരികയാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സയ്യിദി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കഴിയുന്ന മാർച്ച് 8 ശേഷമേ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BSP നേതാവ് മായാവതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിച്ച് വരികയുമാണ്. ആ നിലയ്ക്കുള്ള വാർത്തയും വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഭാഗമായി ബജറ്റ് അവതരണം മാറ്റിവെക്കപ്പെടുമോ എന്ന സന്ദേഹം നിലനിൽക്കുമ്പോൾ കാണുക ഇന്ന് ജന്മഭൂമി സംഘപരിവാരത്തിൻ്റെ പത്രം അതേ സംബന്ധിച്ചൊരു വാർത്ത അവരുടെ അവസാന പുറത്തു തരുന്നു. ബജറ്റിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടരുത് എന്ന് BJP. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അതിൻ്റെ നേട്ടം, ഗുണം ഒക്കെ ഉണ്ടാകുന്ന വലിയ പാർട്ടി BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം BJPയുടെ മുഖപത്രമായ ജന്മഭൂമി ബജറ്റിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടരുത് എന്ന് വാദിക്കുന്നത്. ബജറ്റ് നേരത്തെ അവതരിപ്പിക്കുന്നതിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാനുള്ള പ്രതിപക്ഷ നീക്കത്തിൽ BJP എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത് ഭരണഘടനാപരമായ നടപടിയാണ്, അതിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കലർത്തരുത്. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ബജറ്റ് അവതരണം നടന്നിട്ടുണ്ട് എന്നും BJP ചൂണ്ടിക്കാട്ടി. അങ്ങനെ ബജറ്റുമായി ബന്ധിപ്പിച്ച ഒരു തർക്കം ഇപ്പോൾ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ സംജാതമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് ഈ വാർത്ത വരുന്നത്. ഏതായാലും പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സർവേ ഫലങ്ങളൊന്നും വരാൻ കഴിയില്ല. പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു സർവേ ഫലത്തെ സംബന്ധിച്ച വാർത്തയും ഇന്ന് പത്രലോകം തരുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിക്കുന്നതെങ്കിലും ആളുകൾ ഉറ്റുനോക്കുന്നത് UPയുടെ ഫലമാണ്. UP എന്ന വയറിലൂടെയാണ് ദില്ലിയിലെ അധികാരമെന്ന ഹൃദയത്തിലേക്ക് സഞ്ചരിക്കുന്നത് പാർട്ടികൾ എന്ന് മുന്നേ ഒരു പ്രയോഗം തന്നെയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ UPയെ സംബന്ധിച്ച സർവേ ഫലം പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ സർവേ ഫലത്തിന് ശേഷം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. UP സർവേയിൽ SPക്കും BJPക്കും സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. UP സർവേയിൽ സമാജ്വാദി പാർട്ടിക്കോ അല്ലെങ്കിൽ BJPക്കോ സാധ്യതയുണ്ട് എന്ന സർവേ ഫലത്തെ സംബന്ധിച്ച വാർത്തകൾ വരുന്നു. അതേസമയം നിരീക്ഷകർ വിലയിരുത്തുന്നത് സമാജ്വാദി പാർട്ടിയുടെ സാധ്യത തള്ളിക്കളയുന്നില്ല. അഖിലേഷ് യാദവ് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്നാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരാൻ ഇടയുള്ള പാർട്ടി BSP എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾ വരുമ്പോഴാണ് സർവേ ഫലം വ്യത്യസ്തമായി വന്നിരിക്കുന്നത്. അത് മംഗളം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ തരുന്നു. അതിങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സർവേ ഫലങ്ങളും പുറത്ത്. UPയിൽ സമാജ്വാദി പാർട്ടിക്കും BJPക്കും സാധ്യതയുണ്ടെന്നാണ് 2 സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി ഭൂരിപക്ഷം നേടുമെന്നും അഖിലേഷ് യാദവ് വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും ABP CSDS സർവേ ഫലം വ്യക്തമാക്കുന്നു. SP 141 മുതൽ 151 സീറ്റുകൾ വരെ നേടും. ആകെ വോട്ടിൻ്റെ 30% SP നേടും. എന്നാൽ സംസ്ഥാനത്ത് 27% വോട്ട് കരസ്ഥമാക്കുന്ന BJPക്ക് 124 മുതൽ 134 സീറ്റുകൾ വരെ ലഭിക്കൂവെന്നും ABP CSDS സർവേ പറയുന്നു. BSPക്ക് 93 മുതൽ 103 സീറ്റുകളും കോൺഗ്രസിന് 13 മുതൽ 19 സീറ്റുകളും മറ്റുള്ളവർക്ക് 6 മുതൽ 12 സീറ്റുകൾ വരെയും ലഭിക്കുമെന്നും സർവേ ഫലം പറയുന്നു. അടുത്ത UP മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഖിലേഷ് യാദവിനെയാണ് എന്ന നിലയ്ക്കും നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും സർവേ ഫലങ്ങൾ ഇനി അധികം വരാനിടയില്ല. SPക്കും BJPക്കും സാധ്യത പറയുന്നു. BSPയുടെ സാധ്യത തള്ളിക്കളയുന്നുമില്ല. സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ചിലവുകളെ സംബന്ധിച്ച വാർത്തയും രംഗത്ത് വന്നിട്ടുണ്ട്. അത് കൗതുകകരമാണ്. കാരണം പലപ്പോഴും ചെറിയ സംഖ്യ മാത്രമേ വിനിമയം ചെയ്യാൻ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധിപ്പിച്ച് കഴിയുകയുള്ളൂ. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ചിലവാകുന്നത്. അതിനെ സംബന്ധിച്ച കണക്കുകളും വന്നിട്ടുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അനുവദിച്ചിരിക്കുന്ന ചിലവിനെ സംബന്ധിച്ച വാർത്ത കേരള കൗമുദി എന്ന പത്രം പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം ഒരു ഇൻസെറ്റ് വാർത്തയായി തരുന്നത് ഇങ്ങനെയാണ്: സ്ഥാനാർത്ഥിയുടെ ചിലവ് എന്ന ശീർഷകത്തിൽ. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 28 ലക്ഷം രൂപയും ഗോവയിലും മണിപ്പൂരിലും 20 ലക്ഷം രൂപയും ആണ് സ്ഥാനാർത്ഥിയുടെ ചിലവായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകളും ചിലവുകളും ബാങ്ക് അക്കൗണ്ട് വഴി നടത്തണം. ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയവ വഴി മാത്രമേ ഇടപാടുകൾ നടത്താവൂ. തെരഞ്ഞെടുപ്പ് ചെലവിനായി സ്ഥാനാർത്ഥി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കണം എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നടക്കുന്നത് അതൊന്നുമായിരിക്കുകയില്ല എന്നത് ഒരു നമുക്കൊക്കെ അറിയാവുന്ന പരസ്യമായ രഹസ്യം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മത, ജാതി, വംശ മഹിമകളെ മുൻനിർത്തിയുള്ള പ്രചരണങ്ങൾ, അതിനെ മുൻനിർത്തിയുള്ള മറ്റ് നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊന്നും സാധ്യമല്ല എന്നതാണ്. കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കക്ഷിഭേദമന്യേ എല്ലാവരും സമുദായ സംഘടനാ നേതാക്കളെ പോയി കണ്ട് ആശീർവാദങ്ങൾ വാങ്ങാറുണ്ട്. കേരളത്തിലാകട്ടെ മറ്റൊരു തമാശ, സമുദായ സംഘടനാ നേതാക്കളാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം, മന്ത്രിമാരാരായിരിക്കണം എന്നൊക്കെ UDF അധികാരത്തിൽ വന്നാൽ തീരുമാനിക്കുന്ന പ്രബല ഘടകം. എന്നാൽ ഇനിയോ അതൊന്നും തന്നെ നടക്കില്ല. തെളിവെങ്ങാനും ലഭിച്ചാൽ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകളുടെ തെരഞ്ഞെടുപ്പ് അസാധുവാകുകയും ചെയ്യും. എന്നാൽ ഈ മതജാതി സംഘടനകളെ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി, ആ വിധി വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ വിധി എപ്രകാരമാണ് പ്രതിഫലിപ്പിക്കപ്പെടുക
എന്ന കാര്യവും അന്വേഷിക്കുന്നത് കൗതുകകരമായിരിക്കുമല്ലോ. ആ കാര്യം മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം തന്നെ നമുക്ക് കൗതുകകരമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സംഭവിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ എങ്ങനെ ബാധിക്കുന്ന സാഹചര്യം വന്നാൽ നിരീക്ഷിക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് പറയുന്നുണ്ട്. അതേ സംബന്ധിച്ച വാർത്ത മാധ്യമം തരുന്നത് കാണുക. മതവും രാഷ്ട്രീയവും സുപ്രീം കോടതി വിധി കർശനമായി നടപ്പാക്കും. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വോട്ടുപിടുത്തം വിലക്കിയ സുപ്രീം കോടതി വിധി കർശനമായി നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി. അതിനാൽ സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും ഇരട്ടി സൂക്ഷ്മത പാലിക്കുന്നത് നന്നായിരിക്കും. തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ കർശന നിരീക്ഷണമുണ്ടാകും. അതേസമയം ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പേര് ഉൾപ്പെട്ട പേര് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സുപ്രീം കോടതി വിധിയുടെ പേരിൽ നടപടി ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി 2005 മാനദണ്ഡം വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 2005 ശേഷം മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ പാർട്ടികൾ രൂപവൽക്കരിക്കാൻ അതിന് അനുവാദമില്ല. എന്നാൽ മാനദണ്ഡം വരുന്നതിന് മുമ്പ് രൂപം കൊണ്ട പാർട്ടികൾക്ക് അത് ബാധകമല്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പേരിനെ ഈ സുപ്രീം കോടതിയുടെ വിധി ബാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് നമുക്കിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ഇന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പുറത്തിൽ ഒരു വാർത്തയുണ്ട്. തീവണ്ടി യാത്രാക്കൂലിയുടെ കാര്യത്തിൽ കൂടുതൽ ഏറ്റിറക്കങ്ങൾ സംഭവിക്കുന്നു, കൂടുതൽ വ്യത്യാസങ്ങൾ വരുന്നു, കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ആ വാർത്ത മാധ്യമം ഒന്നാം പേജിൽ തരുന്നു. ഏകീകൃത യാത്രാ നിരക്ക് പഴങ്കഥയാകും. ഒരേ തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന വ്യത്യസ്ത ഡെസ്റ്റിനേഷനുകൾ, വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വ്യത്യസ്തരായ യാത്രക്കാർക്ക് വ്യത്യസ്തമായ യാത്രാ കൂലി വരും എന്ന് മാത്രമല്ല, അത് സ്വാഭാവികമാണ്. ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നവർക്കും വ്യത്യസ്തമായ യാത്രാ കൂലികൾ വന്നുകൂടായികയില്ല. ആ മാധ്യമം എന്ന പത്രം ആ വൈചിത്ര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാണുക. ഷിബു തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ട്രെയിനിലും ഫ്ലെക്സി ചാർജിന് നീക്കം. നിലവിലെ ഏകീകൃത നിരക്ക് സംവിധാനം മാറ്റി ഒരേ ക്ലാസ്സിൽ തന്നെ ട്രെയിൻ സർവീസ് സ്റ്റോപ്പുകളുടെ എണ്ണം, വേഗം, സഞ്ചരിക്കുന്ന പ്രദേശം, ഗ്രാമനഗരങ്ങൾ, മെട്രോ സിറ്റികൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത നിരക്കുകൾ നിശ്ചയിക്കാനാണ് നീക്കം. ഒരേ ക്ലാസ്സിൽ ഒരേ ദൂരപരിധിയിലെ യാത്രക്കാർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല നിരക്കുകളാവും ഭാവിയിൽ നൽകേണ്ടി വരിക, ഒരേ ദൂരത്തിലേക്ക് സഞ്ചരിച്ചാൽ പോലും. പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി പ്രധാന ഡിവിഷനുകളിൽ നിന്ന് നിർദ്ദേശങ്ങളും വിശദാംശങ്ങളും റെയിൽവേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 146 പ്രീമിയം ട്രെയിനുകളാണ് തിരക്കനുസരിച്ച് നിരക്കിൽ മാറ്റം വരുന്ന ഫ്ലെക്സി ചാർജ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംവിധാനം മറ്റ് പ്രധാന ട്രെയിനുകളിൽ കൂടി വ്യാപിക്കാനാണ് ശ്രമം. ഫ്ലെക്സി ചാർജ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന ഓമന പേര് എന്നും ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ATM വിഡ്രോവലിൻ്റെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരുന്ന കൂലിയുണ്ടല്ലോ, ATM വിഡ്രോവൽ 5 കഴിഞ്ഞാൽ ആറാമത്തെ വിഡ്രോവലിന് 20 രൂപ സർവീസ് ചാർജ് നൽകണം. ഇന്നലെ ഈ പങ്ക്തിയിൽ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. കേരള കൗമുദി ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി വളരെ വിശദമാക്കി തന്ന വാർത്തയാണ്. അതേ സംബന്ധിച്ച തുടർ വാർത്ത ഇന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി നമുക്ക് തരുന്നുണ്ട്. ATM വിഡ്രോവലിന് പുതിയ സർവീസ് ചാർജുകൾ വരുന്നതിൽ പ്രതിഷേധമുയർന്നു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ അതിനൊരുമ്പെട്ടാൽ, കേന്ദ്ര സർക്കാർ അതിനൊരുമ്പെട്ടാൽ, റിസർവ് ബാങ്ക് തടഞ്ഞില്ലെങ്കിൽ പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്ന നിലയ്ക്കാണ് വാർത്ത വരുന്നത്. നമുക്ക് ജനകീയ പ്രതികരണത്തിൻ്റെ ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ATM വാലറ്റ് ഇടപാടുകൾക്ക് ചാർജ് ഈ കഴിഞ്ഞ 2 മാസം ഈടാക്കിയിരുന്നില്ല. എന്നാൽ അത് പുതുവർഷം ആരംഭിച്ചപ്പോൾ ചാർജ് ഈടാക്കലിന് തുടങ്ങി, അഥവാ പഴയ ഈടാക്കൽ രീതി പുനഃസ്ഥാപിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ അത് ഇന്നലെ വാർത്തയായി വന്നിരുന്നു. അതിനെതിരെ പ്രതിഷേധം വ്യാപകം. റിസർവ് ബാങ്ക് ഇപ്പോഴും അക്കാര്യത്തിൽ മൗനം പുലർത്തുന്നു. കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടേണ്ടി വരും. വാർത്ത കാണുക. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു. പ്രതിഷേധം വ്യാപകം, റിസർവ് ബാങ്കിന് മൗനം. പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം തുടരവേ സൗജന്യ ATM ഇടപാടുകളുടെ പരിധി പുനഃസ്ഥാപിച്ച് ബാങ്കുകൾ ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. കൂടുതൽ ഇടപാടുകൾക്ക് ജനങ്ങളെ നിർബന്ധിതരാക്കിയ ശേഷം അതിന് ഫീസ് ഈടാക്കുന്ന അനീതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്നാൽ SBT ഉൾപ്പെടെയുള്ള ചില ബാങ്കുകൾ ഇത്തരത്തിൽ ഫീസ് ഈടാക്കി തുടങ്ങിയിട്ടില്ല. ഡിസംബർ 30 വരെയാണ് റിസർവ് ബാങ്ക് ഇളവ് നൽകിയത്. ഇത് നീട്ടിയില്ലെങ്കിൽ ഫീസ് ഈടാക്കേണ്ടി വരും.
കൂടുതൽ ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കുമെന്ന സന്ദേഹം ചില ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകിക്കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഇടപെട്ടാലേ ഇനി നിർത്തിവെക്കാനാകൂ. എന്നാൽ വായ്പകളിൽ ഇടിവ് വന്നതോടെയും പലിശ നിരക്ക് കുറച്ചതിലൂടെയും ബാങ്കുകളുടെ വരുമാനം കുറഞ്ഞു എന്നതിനാൽ ഇത്തരത്തിലുള്ള വരുമാനം വേണ്ടെന്ന് വയ്ക്കാൻ ബാങ്കുകൾക്ക് വിസമ്മതവുമുണ്ട് എന്നും ഈ വാർത്ത പറയുന്നു. കഴിഞ്ഞ തവണ നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കിൽ നിന്ന് 24,000 രൂപ വരെ ഒരാഴ്ച പിൻവലിക്കാവൂ എന്ന നിബന്ധന നിലവിൽ വന്ന ശേഷം കല്യാണങ്ങൾ എങ്ങനെ നടത്താനാകും? നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയി അവിടെയുള്ള ഇന്ത്യക്കാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിച്ച ഒരു വലിയ തമാശ, ഇന്ത്യയിൽ കാണൂ സാധാരണക്കാർ കല്യാണം നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി വളരെ മനോഹരമായി ചിരിച്ചു അത്രേ. ആളുകൾ നിവൃത്തിയില്ലാതെ ഓട്ടപ്പാച്ചിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാനിൽ ചിരിക്കുകയായിരുന്നു എന്ന നിലയ്ക്കുള്ള വാർത്ത അന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരുന്നു. ഇനിയും അത് തന്നെ സംഭവിക്കുമോ? പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ കൂടി ചിരിക്കാൻ പാകത്തിൽ കല്യാണക്കാർക്ക് കാശില്ലാതെ വരുമോ എന്ന സന്ദേഹം 1-ാം തീയതി മുതൽ സംഭവിക്കുമോ? 24,000 രൂപ മാറ്റിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ കാലാവധി കഴിഞ്ഞു, ഇനി കല്യാണക്കാർക്കും കാശില്ല. വാർത്തയും വീക്ഷണവും പേജിൽ ആ വാർത്ത VP ശ്രീലൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. വിവാഹ ആവശ്യത്തിൻ്റെ പേരിൽ ഇനി കൂടുതൽ പണം ബാങ്കിൽ നിന്ന് പിൻവലിക്കാനാവില്ല. നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം വിവാഹ ആവശ്യത്തിനായി ഒരു കുടുംബത്തിന് 2.5 ലക്ഷം രൂപ വരെ ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഡിസംബർ 30 വരെയുള്ള വിവാഹങ്ങൾക്കാണ് ഈ സൗകര്യം നൽകിയിരുന്നത്. ഡിസംബർ 30-ന് ശേഷം ഇപ്പോൾ തീയതി 5 ആകുമ്പോഴും അതേ സംബന്ധിച്ച പുതിയ നിലപാടുകൾ പറഞ്ഞിട്ടില്ല. പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നില്ലാത്ത പക്ഷം 24,000 രൂപയിൽ വിഡ്രോവൽ ഒതുങ്ങുക തന്നെ ചെയ്യും. അത് പുതിയ പ്രശ്നമായി മാറും. ഡിസംബർ 30 കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പാവം റിസർവ് ബാങ്കുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഏതായാലും കല്യാണത്തിന് ഇനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിക്കേണ്ടി വരും. പുതിയ നിലവാരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടിയും വരും. തിരുവനന്തപുരത്തെ പെൻഷന് 2 മണിക്കൂർ ക്യൂ നിന്ന് മടങ്ങിയ വഴിയിൽ ഒരു വന്ധ്യവയോധികൻ കുഴഞ്ഞു വീണു മരിച്ച വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നു. എല്ലാ പത്രങ്ങളും ആ വാർത്ത തന്നിട്ടുണ്ട്. പെൻഷൻ വാങ്ങാനായി ബാങ്കിൽ ക്യൂ നിന്ന് മടങ്ങിയാൽ കുഴഞ്ഞു വീണ് മരിച്ചു. പെൻഷൻ വാങ്ങാൻ ബാങ്കിൽ ക്യൂ നിന്ന് മടങ്ങിയയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. നാലാഞ്ചിറ ചെഞ്ചേരി മാങ്കുളത്ത് വിള രമ്യ നിവാസിൽ K. ശ്രീകണ്ഠൻ നായർ ആണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഇതിപ്പോൾ എത്രാമത്തെ മരണമാണ്? 180ഓളം മരണങ്ങളെക്കുറിച്ച് നാം ഇതുവരെ സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നടപടിയുടെ പുതിയ രക്തസാക്ഷി കൂടിയുണ്ടായ വാർത്തയാണ് ദേശാഭിമാനി 1-ാം പുറത്ത് തന്നിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് ജനയുഗം അതിൻ്റെ ചില പുതിയ കണക്കുകൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. 31-ാം തീയതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിൻ്റെ ഒരു വിശദാംശവും ജനങ്ങളോട് പറയാൻ തയ്യാറായില്ല. എത്ര നോട്ട് പിടിച്ചു, ഇനി എത്ര പിടിക്കാൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് കള്ളപ്പണം എത്രയാണ് ഉള്ളത് എന്ന് പ്രധാനമന്ത്രി അനുമാനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരക്ഷരം പറയാതെ തടി തപ്പി നമ്മുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയാം. ഏതായാലും ഇന്ന് ജനയുഗത്തിൻ്റെ 1-ാം പേജ് വാർത്ത പ്രത്യേക പ്രാധാന്യത്തോടെ ഒരു ബോക്സിലൊരു വാർത്ത തരുന്നു, കാണുക. കള്ളപ്പണ വേട്ട അസാധു, നിരോധിച്ച നോട്ടുകൾ 97% തിരിച്ചെത്തി. എത്ര നോട്ടുകൾ ഉണ്ടായി? 100 രൂപയുടെ നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ 97 നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് ജനയുഗം അവകാശപ്പെടുന്നത്. പഴയ നോട്ടുകൾ നിക്ഷേപിക്കാനുള്ള കാലപരിധിയായ ഡിസംബർ 30-നുള്ളിൽ 14.97 ലക്ഷം കോടിയുടെ നോട്ടുകൾ ബാങ്കുകൾ തിരിച്ചെത്തി. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനം പരാജയമടഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ബാങ്കുകൾ തിരികെ നിക്ഷേപിക്കപ്പെട്ട തുകയുടെ കണക്കുകൾ കേന്ദ്ര സർക്കാരിനെയും റിസർവ് ബാങ്കിനെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തുകകളെല്ലാം തിരിച്ചു വന്നിരിക്കുന്ന സ്ഥിതിക്ക് എവിടെ വൻതോതിൽ അവകാശപ്പെട്ട കള്ളപ്പണം എന്ന നിലയ്ക്കാണ് ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിരുദൻ പ്രധാനമന്ത്രി അതേ സംബന്ധിച്ച് ഒരു കാര്യവും ആളുകളോട് പറഞ്ഞുമില്ല. ഇന്ന് സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തും. പൂർണ്ണമായുമാണോ ഒരു വിഭാഗമാണോ എന്നൊന്നും അറിയില്ല. സൂചനാ പണിമുടക്കം എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. അതിന് കാരണം KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് അത് വരുന്നത്. മലയാള മനോരമ എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് ആ വാർത്ത തരുന്നു, കാണുക. ഇന്ന് സൂചനാ സമരം.
KAS നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജെ ബെൻസി, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി ശ്രീകുമാർ, കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് പ്രദീപ് കുമാർ, കേരള ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സെക്രട്ടറി, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി എ ജാഫർ ഖാൻ എന്നിവർ മുന്നറിയിപ്പ് നൽകി. സർക്കാരിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിൽ സൂചനാ പണിമുടക്ക് നടത്തുമെന്നും അവർ അറിയിച്ചു. പണിമുടക്ക് നടത്തിയാൽ ഡയസ് നോൺ വരുമെന്ന് സർക്കാരും അറിയിച്ചു. അതും വാർത്തയിൽ വരുന്നുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെതിരെ ഇന്ന് പണിമുടക്കുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഡയസ് നോൺ ബാധകമാക്കും എന്ന് സർക്കാർ ഉത്തരവായി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരമുഖത്ത്. ജീവനക്കാർ കൂടുതൽ മാനവികമാകണം, കൂടുതൽ അവർ ഫയൽ നോക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണീര് കാണണം എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. തലകുലുക്കി അവരന്ന് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റമില്ല എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. കാണുക, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരമുഖത്ത്. സർക്കാർ ജീവനക്കാരുടെ സമരവും ആഘോഷവും ഒന്നും ജോലി സമയത്ത് വേണ്ട എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ജീവനക്കാരുടെ സമരവും ആഘോഷവും ജോലി സമയത്ത് വേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തള്ളി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരമുഖത്ത് ഇന്നലെ CPM സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽപ്പെട്ടവർ ജോലി സമയത്ത് തന്നെ കൂട്ടത്തോടെ റോഡിൽ പ്രകടനവും യോഗവും നടത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എന്നാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് മാറ്റമില്ല, പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തീരുമാനം മാറ്റേണ്ടതില്ല എന്ന് മന്ത്രിസഭ തീരുമാനിച്ച കാര്യം ദീപിക ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച UPയിൽ സമാജ്വാദി പാർട്ടിയിൽ അച്ഛനും മകനും ആഭ്യന്തര കലഹത്തിലാണ്. ഇതാർക്കാണ് ഗുണം ചെയ്യുക? ഈ കാർട്ടൂൺ കാണുക. സമാജ്വാദി പാർട്ടിയുടെ കൂടാരമാണ് തമ്മിൽ തല്ലിൽ പൊളിയുന്നത്. ഈ തകർച്ചയിൽ നിന്ന് മുതലെടുത്ത് BSPയുടെ മായാവതി അവരുടെ കൂടാരം ശക്തമാക്കുന്നുവെന്ന് ഈ സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും. അതിൽ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. എന്നാലും ചില നേതാക്കൾക്ക് അവരുടെ ജീവിതചര്യയിൽ തന്നെ ലാളിത്യമുണ്ട്. അതവർ സൂക്ഷിക്കുകയും ചെയ്യും. ഒരു വൻകിട മാതൃക ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ചിത്രം കാണുക. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. യോഗത്തിനെത്തിയ ബംഗാളിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ഭീമൻ ബോസ് നമ്മുടെ തമ്പാനൂർ റോഡിലൂടെ നടന്നു നീങ്ങുന്ന ചിത്രം മെട്രോ മനോരമ അതിൻ്റെ ഉൾപേജിൽ തരുമ്പോൾ നാം ഓർത്തു പോകുന്നത് ഇതൊക്കെയാണ്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.